നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച ടോപ്പ് 25 ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ഇതിനകത്ത് ഗ്രാമറും വരുന്നുണ്ട്, വൊക്കാബുലറിയും വരുന്നുണ്ട്. ഇനി വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താവുന്ന ടോപ്പ് 25 ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ദ ഫ്രേസ് ഗെറ്റ് എ സെക്കൻഡ് വിൻഡ് മീൻസ്. ഗെറ്റ് എ സെക്കൻഡ് വിൻഡ് എന്താണ്? ഹാവ് എനർജി എഗെയിൻ ആഫ്റ്റർ ബീങ് ടയേർഡ്. നമ്മൾ ക്ഷീണിച്ച ശേഷം എവിടുന്നോ ഒരു പുതിയ എനർജി നമുക്ക് വീണ്ടും കിട്ടി എന്ന് വിചാരിക്കാം. അതാണ് ഗെറ്റ് എ സെക്കൻഡ് വിൻ, രണ്ടാമതൊരു കാറ്റ് കിട്ടി, അങ്ങനെ ഒരു മീനിങ്ങിൽ. അപ്പം ഹാവ് എനർജി എഗെയിൻ ആഫ്റ്റർ ബീങ് ടയേർഡ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഈച്ച് ഗേൾ ഹാസ് ടു സിങ് എ സോങ് ഹിയർ. ദ അണ്ടർലൈൻഡ് വേർഡ് ഈസ് എ. അപ്പൊ ഈച്ച് എന്ന് പറയുന്നത് ഒരു പ്രോനൗൺ ആണ്. ഓക്കെ, എന്ത് പ്രോനൗൺ ആണ്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ ആണ്. ഈച്ച്, ഐദർ, നൈദർ എന്നൊക്കെ പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇറ്റ് ഈസ് പ്ലസന്റ് ടു റീഡ് ഡാഷ് ബുക്ക് ഇൻ ഡാഷ് ആഫ്റ്റർനൂൺ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ആർട്ടിക്കിൾ. അപ്പോൾ ഇറ്റ് ഈസ് പ്ലസന്റ് ടു റീഡ്, ഏത് ബുക്കാണെന്ന് പറഞ്ഞില്ല, ഒരു ബുക്ക്. ഓക്കെ, ഒരു സ്പെസിഫിക് ബുക്ക് അല്ലല്ലോ പറയുന്നത്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ബുക്ക്, എ ബുക്ക് എന്ന് പറയാം. ഇൻ ദ ആഫ്റ്റർനൂൺ. ആഫ്റ്റർനൂണിനൊക്കെ മുന്നേ എന്താ ചേർക്കേണ്ടത്? ദായാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇറ്റ് ഈസ് പ്ലസന്റ് ടു റീഡ് എ ബുക്ക് ഇൻ ദ ആഫ്റ്റർനൂൺ. അടുത്ത ചോദ്യം, ദ വേർഡ് വിച്ച് ഇസ് മോസ്റ്റ് നിയർലി ദ ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് ടെൻഡേറ്റീവ്ലി. ടെൻഡേറ്റീവ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? താൽക്കാലികമായ, താൽക്കാലികമായ. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയുള്ളത്. അപ്പൊ എന്താ? അഡ്ഹോക്ക്. അഡ്ഹോക്ക് എന്ന് പറയുന്നത് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്, ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളത്. ടെൻഡേറ്റീവ്ലി എന്ന് വെച്ചാൽ താൽക്കാലികമായ. ഓക്കെ, അടുത്ത ചോദ്യം, ദ വേർഡ് വിച്ച് മോസ്റ്റ് നിയർലി എക്സ്പ്രസസ് ദ മീനിങ് ടു ദ വേർഡ് കോർപ്പുലന്റ്. കോർപ്പുലന്റിന്റെ മീനിങ് എന്താണ്? ഫാറ്റ് എന്നുള്ളതാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് തിൻ. ഓക്കെ, ഫാറ്റ് അതിന്റെ സിനോണിമാണ് കോർപ്പുലന്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ ട്രാവലർ കെയിം ഡാഷ് ഫുട് പ്രിന്റ്സ് ഡാഷ് എ സ്ട്രേഞ്ച് ആനിമൽ. പ്രിപ്പോസിഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ്. ദ ട്രാവലർ കെയിം എക്രോസ് ഫുട് പ്രിന്റ്സ് ഓഫ് എ സ്ട്രേഞ്ച് ആനിമൽ. അപ്പൊ കെയിം എക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കം എക്രോസ്. കം എക്രോസ് എന്ന് വെച്ചാൽ മീറ്റ് ബൈ ചാൻസ് എന്നാണ് ആ ഫ്രേസൽ വെർബിന്റെ മീനിങ്. ദ ട്രാവലർ കം എക്രോസ് ദ ഫുട് പ്രിന്റ്സ് ഓഫ് എ സ്ട്രേഞ്ച് ആനിമൽ. ഇങ്ങനെ ഒരു സ്ട്രേഞ്ച് ആനിമലിന്റെ ഫുട് പ്രിന്റ്സ് കാണാൻ ഇടയായി എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, മൈ ഫ്രണ്ട് ഡിഡ് നോട്ട് ആൻസർ മൈ ലെറ്റേഴ്സ് ചേഞ്ച് ദ വോയിസ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സെന്റൻസ് ആക്റ്റീവ് വോയിസിലാണ്. ഇതിനെ പാസീവ് വോയിസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിന്റെ ടെൻസ് ഏതാന്ന് നോക്കൂ. ഡിഡ്, ഡിഡ് പ്ലസ് V1. അപ്പൊ ഏതാ? സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ആവുമ്പോൾ വാസ് ഓർ വെയർ പ്ലസ് V3 ആണ് വേണ്ടത്. അപ്പൊ മൈ ലെറ്റേഴ്സിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മൈ ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആയതുകൊണ്ട് വെയർ. ഓക്കെ, പിന്നെ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. മൈ ലെറ്റേഴ്സ് വെയർ നോട്ട് ആൻസേർഡ് ബൈ മൈ ഫ്രണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് എ ഫൂൾ ഐ വാസ് ടു സേ സോ. റിപ്പോർട്ട് ദ സെന്റൻസ്. അപ്പോൾ വാട്ട് എ ഫൂൾ ഐ വാസ് ടു സേ സോ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. അപ്പോൾ ഹി എക്സ്ക്ലെയിംഡ് വാട്ട് എ ഫൂൾ ഹി ഹാഡ് ബീൻ ടു സേ സോ. ഓക്കെ, അടുത്ത ചോദ്യം, ലീവ് ഓർ റിമൂവ് ഫ്രം എ പ്ലേസ് കൺസിഡേർഡ് ഡേഞ്ചറസ്. അപകടകരമായ ഒരു സ്ഥലത്ത് നിന്നും പോകുക, പിന്മാറുക. ഞാൻ എന്താ പറയുന്നത്? ഇവാക്യുവേറ്റ്. ഇവാക്യുവേറ്റ് എന്നാണ് അതിന്റെ വൺ വേർഡ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ ഫ്രേസ് ബൈറ്റ് ദ ബുള്ളറ്റ് മീൻസ്. ബുള്ളറ്റ് കടിക്കുക. ബുള്ളറ്റ് കടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ മീനിങ്. ഡിസൈഡ് ടു ഡു സംതിങ് ഡിഫിക്കൽട്ട് ഓർ അൺപ്ലസന്റ് ദാറ്റ് വൺ ഹാസ് ബീൻ പുട്ടിങ് ഓഫ് ഓർ ഹെസിറ്റേറ്റിംഗ്. ഒരു ഹെസിറ്റേഷനുള്ള, ഒരു മടിയുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുന്നത്. അതിനെയാണ് ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, ദോസ് മോഡൽസ് ആർ ഫ്രം മുംബൈ. ദ അണ്ടർലൈൻഡ് വേർഡ്. അപ്പൊ ദോസ്, ദിസ്, ദാറ്റ് എന്നൊക്കെ പറയുന്ന ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ആണ്. ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ. ഡിസ്ട്രിബ്യൂട്ടീവ് നേരത്തെ പറഞ്ഞു, ഈച്ച്, ഐദർ, നൈദർ ഒക്കെ. അടുത്ത ചോദ്യം, ഐ എക്സ്പെക്ട്. എക്സ്പെക്റ്റിന്റെ ഏത് ഫോം ആണ് അവിടെ വരേണ്ടത് എന്ന് കൊടുക്കാം. യു ഫ്രം ദ ടൈം ഐ റീച്ച് ഹോം ദിസ് മോർണിംഗ്.
യൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം. ഓക്കെ, അപ്പോൾ ഉത്തരം വരേണ്ടത് ഐ ഹാവ് ബീൻ എക്സ്പെക്ടിങ് യു ഫ്രം ദ ടൈം ഐ റീച്ച്ഡ് ഹോം ദിസ് മോർണിംഗ് എന്നാണ്. ഐ ഹാവ് ബീൻ എക്സ്പെക്ടിങ് യു ഫ്രം ദ ടൈം ഐ റീച്ച്ഡ് ഹോം ദിസ് മോർണിംഗ്. താഴെ തന്നിരിക്കുന്നതിൽ എക്സ്റ്റെംപൊറേനിയസിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ഏതാണ്? EXTEMPORANEOUS ആണ്. എക്സ്റ്റെംപൊറേനിയസ്. ഓക്കെ, which word expresses the correct meaning of the word plethora? Plethora എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? abundance. abundance ആണ് plethora. When you dash home last evening I dash my assignment. ടെൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. when you came home last evening, last evening എന്ന് പറയുമ്പം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പം came home last evening I was revising my assignment. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്തത് അഫിർമേറ്റീവ് സെന്റൻസ് ആക്കാൻ. അഫിർമേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് സെൻസിൽ വേണം പറയാൻ. തന്നിരിക്കുന്ന നെഗറ്റീവ് സെന്റൻസ് ആണ്. മോസ്റ്റ് ഓഫ് us did not know what happened here last week. അതിനെ അഫിർമേറ്റീവ് സെന്റൻസ് ആക്കാൻ വേണ്ടിയിട്ട് വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ് എങ്ങനെയാക്കാം? മോസ്റ്റ് ഓഫ് us were ignorant what happened here last week. തന്നിരിക്കുന്ന സെന്റൻസ് മോസ്റ്റ് ഓഫ് us did not know, നമുക്ക് അറിയത്തില്ല എന്താ ലാസ്റ്റ് വീക്കിൽ ഇവിടെ സംഭവിച്ചത് എന്ന്. അപ്പൊ അതിനെ നമുക്ക് അഫിർമേറ്റീവ് ആക്കാം. പോസിറ്റീവ് സെൻസിൽ എങ്ങനെ ആക്കാം? മോസ്റ്റ് ഓഫ് us were ignorant what happened here last week. ഓക്കെ, അടുത്തത് പാസ് മീ ദ ന്യൂസ് പേപ്പർ. കറക്റ്റ് ടാഗ് ആഡ് ചെയ്യാനാണ്. പാസ് മീ ദ ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ടാഗ് എന്താ വരാ? വോണ്ട് യു ആണ്. വോണ്ട് യു. ഓക്കെ, അടുത്ത ചോദ്യം ഐ ഷോൾ ഫോളോ യു വേറെവർ യു ഗോ. ദ അണ്ടർലൈൻഡ് ക്ലോസ് എന്ന് പറയുന്നത് വേറെവർ യു ഗോ എന്ന് പറയുന്നത് ആഡ്വേർബിയൽ ക്ലോസ് ആണ്. ആഡ്വേർബിയൽ ക്ലോസ്. അടുത്ത ചോദ്യം ദേ ക്യാൻസൽഡ് ദ ടൂർ ഡ്യൂ ടു ഡാഷ് വെദർ. ഇൻക്ലിമെന്റ് വെദർ. ഇൻക്ലിമെന്റ് വെദർ. ഓക്കെ, എ ഡാർക്ക് ഹോഴ്സ് മീൻസ്. ഡാർക്ക് ഹോഴ്സ് എന്ന് പറയുന്നത് ഒരാളുടെ കഴിവ്, അത് ഹിഡൻ ആയിരിക്കും, അല്ലെങ്കിൽ പുറത്തറിയാത്ത കഴിവുള്ള ആളെയാണ് ഡാർക്ക് ഹോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എ പേഴ്സൺ ഹൂസ് എബിലിറ്റീസ് ആർ ഹിഡൻ ഓർ അൺനോൺ. അടുത്ത ചോദ്യം നൺ ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് ഫോർ ദ എക്സാമിനേഷൻ. നൺ ഓഫ് ദ സ്റ്റുഡൻസ് അപ്പിയേഴ്സ് ഫോർ ദ എക്സാമിനേഷൻ. അടുത്ത ചോദ്യം ബൈ റിപ്പീറ്റഡ് അറ്റംപ്റ്റ്സ് ഹി സക്സീഡഡ്. കൺവേർട്ട് ഇൻ ടു കോമ്പൗണ്ട് സെന്റൻസ്. കോമ്പൗണ്ട് സെന്റൻസ് ആക്കി മാറ്റാനാണ്. ബൈ റിപ്പീറ്റഡ് അറ്റംപ്റ്റ്സ് ഹി സക്സീഡഡ്. He made repeated attempts and succeeded. He made repeated attempts and succeeded. അതാണ് കോമ്പൗണ്ട് സെന്റൻസ്. അടുത്ത ചോദ്യം the boat was tied dash the shore dash a sailor dash a rope. അപ്പോൾ the boat was tied to the shore by a sailor with. അടുത്ത ചോദ്യം ആന്റോണിം ഓഫ് the word augment. augmentന്റെ ഓപ്പോസിറ്റ് എന്താണ്? diminish എന്നാണ്. ഓക്കെ, augmentന്റെ ഓപ്പോസിറ്റ് ആണ് diminish. അവസാനത്തെ ചോദ്യം പ്ലൂവിയോഫൈൽ. പ്ലൂവിയോഫൈൽ എന്ന് പറഞ്ഞാൽ എ ലവർ ഓഫ് റെയിൻ. മഴ ഇഷ്ടപ്പെടുന്ന ആളെ പറയുന്ന പേരാണ് പ്ലൂവിയോഫൈൽ. ഓക്കെ, അപ്പൊ 25 ചോദ്യങ്ങൾ വൊക്കാബുലറിയും ഗ്രാമറും മിക്സ് ആയിട്ടുള്ള 25 ചോദ്യങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്